ഹായ് ഫ്രണ്ട്, ലൈം ആൻഡ് ചില്ലീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വിഭവമായിട്ടാണ്. ഇപ്പോഴും ഒരേപോലെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്ക് ഡിന്നറിനായാലും കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ചപ്പാത്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിഫിൻ ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓയിലും കൂടെ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 വലിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ 1 മതി. പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ വളരെ ചെറിയതായിട്ട് തന്നെ മുറിക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വലിയ കഷ്ണമായാൽ ഇത് നമ്മൾ ഫില്ലിങ്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ പുറത്ത് വരും. ഈ സവാള നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വഴണ്ട് വന്നാൽ തന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റും സ്പ്രിംഗ് ഒണിയനും ഇട്ട് കൊടുക്കാം. ഇതും കൂടെ വളരെ ചെറുതായി തന്നെ മുറിച്ചെടുക്കണം. സ്പ്രിംഗ് ഒണിയൻ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളകിൻ്റെ എരിവും ഉള്ളതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം ഇത് ചെറുതായി അടർത്തി എടുത്തിട്ടുള്ളതാണ്. ചിക്കനും ചെറിയ പീസസ് ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മസാല നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് ഒണിയനും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ഇതിൽ നിർബന്ധമൊന്നുമില്ല. ഇതില്ലാതെ നമുക്ക് മസാല തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഈ മസാലയുടെ ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് എരിവ് കുറവുള്ളതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് കുഴക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വെള്ളപ്പറ്റിൽ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്കിത് വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളയാണ് ആക്കേണ്ടത്. ചപ്പാത്തിക്കൊക്കെ ആക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ. ഇനി നമുക്കിത് വളരെ നേരിയതായിട്ട് ഇത് പരത്തിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ചെറിയ ഉരുളയായാൽ നമുക്ക് ഇത് അധികം വലുപ്പത്തിൽ കിട്ടൂല. അതുകൊണ്ടാണ് അല്പം വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം എന്ന് പറയുന്നത്. എത്രത്തോളം നേരിയതായി നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിവിടെ വളരെ നേരിയതായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. മുൻപ് ഞാൻ ഏകദേശം ഈ ഒരു ടൈപ്പിലുള്ള ഒരു ഡിഷ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ 2 സൈഡിൽ നിന്നും മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഓയിൽ തടവി കൊടുക്കണം.
ഇതിന് മുകളിലൂടെയും കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഈ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും നന്നായി ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കാം. ഇനി ഇത് അധികം പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിനെ വേവിച്ചെടുക്കാം. അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലാക്കി കൊടുക്കണം. ഓയിലും കൂടി ചൂടായി വന്നാൽ നമുക്ക് ഈ മസാല ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെയും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ചൊന്ന് വെന്ത് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു 3-4 പ്രാവശ്യം തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മുകൾ ഭാഗം ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ പൊങ്ങി വന്നാൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇത് ഒരിക്കൽ കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ ടൈമിൽ ആ ഭാഗം കൂടെ ഒന്ന് ചെറുതായി പൊന്തി വരുന്നതായി കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.